മതിയടോ തങ്കച്ച കുറേശ്ശേ. ചുമ്മാതല്ല, കണ്ടല്ലോ ലേറ്റ് എഡിഷൻ. 4 കാളമാണ് ഞാൻ കൈന്നിട്ട് കാച്ചിരിക്കുന്നത്. പ്രസ്താവന കണ്ടേ. പിന്നെ എങ്ങനെ ഇരുന്നു കോൺഫറൻസ്? രാവിലത്തെ സംഭവങ്ങളൊക്കെ നല്ല വിസ്തരിച്ച് ഞാൻ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്. എയർപോർട്ടിൽ നിന്ന് ഇവിടം വരെ. എന്നാ പിടിച്ചോ. എന്തായാലും കളക്ടർ ആള് കൊള്ളാം അല്ലേടോ? പന്ന ഞങ്ങളുടെ മെത്രാച്ചന്റെ അനന്തരവനായിപ്പോയി. അല്ലെങ്കിലും താനൊന്നും അയാളൊരു ചൊറിയാൻ പോടല്ലോ. തിരുവനന്തപുരത്ത് പൾസ് ഞാനതങ്ങ് ഡൽഹിയിൽ നിന്ന് അളന്നു. എന്ന് വെച്ചാ എടോ, ക്രമസമാധാന പാലനത്തിന്റെ വെല്ലുവിളി സ്വയം ഏറ്റെടുത്ത് കലാപകാരികൾക്ക് നേരെ നിറയൊഴിക്കാൻ ഉത്തരവിട്ട കർമ്മധീരനും ജനപ്രിയനുമായ ജില്ലാ കളക്ടറെ അങ്ങനങ്ങ് കൈയൊഴിയാൻ തലസ്ഥാനത്ത് വെറും തടിക്കസേരയിൽ അരുളി മരുവ കുഞ്ഞിരാമന് കഴിയില്ല. ഇമേജ് നോക്കണ്ടേ? ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. എന്നാലും ഇതൊരു അഭിമാനക്ഷതമാണ്. അതും മാനാഭിമാനമുള്ളവർക്ക്, ഇയാക്കല്ല. അനുഭവിച്ചോടൂ. എന്റെ അമ്മാവൻ ഗോവിന്ദമേനോനെ രാജ്യദ്രോഹി എന്ന് മുദ്രകുത്തിയവനാത്താൻ. അങ്ങേരെ വലിച്ച് താഴെ ഇറക്കി 4 കാലും കൂട്ടി നിലത്തടിക്കാൻ ആള് കൂടിയപ്പോ അന്നേരം വരെ കൂടെ നിന്നിട്ട് തിരിഞ്ഞു കുത്തിയവനാത്താൻ. താൻ അനുഭവിച്ചോ? കാള എന്റെ മെമ്പറെ, കഴിഞ്ഞത് കഴിഞ്ഞില്ലേ? അല്ല, അതിപ്പോ ഈ ഘടകകക്ഷികളെ കൂട്ടി ഞാനൊന്ന് പ്രഷർ ചെലുത്തി നോക്കിയാലോ? കുന്തം. എടോ, പെരുവഴി കൂടെ ചുമ്മാ നടന്നു പോകുന്ന ഏതെങ്കിലും ഒരു എരപ്പാളി തിരിഞ്ഞു നിന്ന് ഒരാട്ടാട്ടിയാൻ അതിന്റെ പേര് രാജിവെക്കുന്ന പാർട്ടിയോടാണോ പ്രഷർ? നിങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്താൽ അയാൾ റിസൈൻ ചെയ്യും. അതോടെ തീരും ഈ കളി. പിന്നെ താനൊക്കെ കമഴ്ന്ന് കിടന്ന് നടുവര. അയ്യോ, അങ്ങനൊന്നും പറയാതെ എന്റെ പൊന്നെ. പിന്നെ തനിക്ക് ഒരു കാര്യത്തിൽ പ്രഷർ ചെലുത്താം. ദാറ്റ് ഈസ് ഫോർ കമ്മീഷണർ ശങ്കർ. കൃത്യവിലോപത്തിന്റെ പേരിൽ നടപടി വരാതിരിക്കാൻ അവന് വേണ്ടി താനൊന്ന് കരഞ്ഞ് കാലു പിടിക്കണം ക്യാബിനറ്റിൽ. അറിയാമല്ലോ, ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, ബെസ്റ്റ് മാൻ. ഡൺ. ഗുഡ്. എന്താടാ? അമ്മാവൻ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. 5:30 എത്തും. കാണുന്ന മെസ്സേജ് ഉണ്ട്. എന്നാ പിന്നെ നമുക്ക് വരുന്നോ കാണാൻ? ഒന്നും ഉണ്ടായിട്ടല്ല, എന്നാലും ഫേസ് ചെയ്യാനൊരു ഗുരുവായൂരപ്പാ. തുടക്കടാ. കുന്തം നല്ലവണ്ണം തുടക്കടാ. അങ്ങനെ നാണപ്പാ. എന്തോ ഇതുപോലെ എന്റെ കോണകം പിഴിഞ്ഞ് പുറകെ നടന്നവന്മാര് പലരും ഇന്ന് കേന്ദ്രമന്ത്രിമാരാ. അറിയാമല്ലോ. ശരിക്കും തുടച്ചോ. അങ്ങനെ തുടച്ചോ. വന്നല്ലോ. എന്താടോ മുഖത്തൊരു കള്ളലക്ഷണം? ഒന്നുമില്ല. വാടോ. എടോ, സ്റ്റേറ്റ് പോലീസിലെ ഒരു വലിയ വിഭാഗത്തിന് ഇപ്പോഴും കൂറ് എന്നോടാ. അതറിയാമല്ലോ എനിക്ക്. ഇവിടെ നടന്ന ലഹളയെ കുറിച്ച് ചില വിവരങ്ങള് അവരെന്നെ ധരിപ്പിച്ചു. ഇന്ത്യൻസുകാരെ. എന്താടോ ഒരു ചിരി? അല്ല, ഗുരുവായൂർ നേതിച്ച കദളിപ്പഴം വേണോ അതോ ഒരല്പം നുണ കേൾക്കുന്നു ചോദിച്ചാൽ ആദ്യം നുണ പോരട്ടെ എന്ന് പറയുന്നതാണല്ലോ ശീലം. അതോർത്തപ്പോ ഇവിടുത്തെ ബഹളങ്ങളൊക്കെ കരുതിക്കൂട്ടി പ്ലാൻ ചെയ്തതാണെന്നും വെടിയേറ്റ് മരിച്ചവരിൽ ചിലർക്ക് ചില ബോംബെ കണക്ഷൻസ് ഉണ്ടെന്ന് നോക്കിയാണ് സൂചനകൾ. എന്തൊക്കെയോ ചില തുരുമ്പുകൾ കിട്ടിയിട്ടുണ്ടത്രേ. എന്താ, എന്തെങ്കിലും അറിഞ്ഞോ? അന്വേഷിച്ചോ നീ? അമ്മാവൻ എന്താണ് ഈ വളച്ചു കിട്ടുന്നത്? മനസ്സിലാവില്ല എന്ന് വാശി പിടിക്കരുത് കുഞ്ഞെ. നിനക്കും ഉണ്ടല്ലോ ചില ബോംബെ കണക്ഷൻസ്. കണ്ടോ, സൂക്ഷിച്ചു നോക്കിയാലേ കാണൂ. പക്ഷേ നിന്റെ മുഖമൊന്ന് വിളറി. അമ്മാവൻ വെറുതെ. അല്ല കുഞ്ഞെ, അമ്മാവൻ വെറും വാക്ക് പത്രക്കാരോടെ പറയാറുള്ളൂ. എന്നാലേ പോലീസിൽ നിന്ന് ആരും ഒരുത്തനെ സംശയിക്കുന്നുമില്ല, എനിക്കൊരുത്തനും റിപ്പോർട്ട് തന്നിട്ടുമില്ല. പക്ഷെ ഞാൻ എന്തൊക്കെയോ കെട്ടിച്ചമച്ച് പറഞ്ഞപ്പോ ഞാൻ ആകെ ഒന്ന് പിടച്ചു. എന്താടോ, ഒക്കേറ്റിന്റെ പിന്നിലെ ഒരു സൂത്രധാരന്റെ വേഷമുണ്ടോ തനിക്ക്? കുഞ്ഞികൃഷ്ണേട്ടൻ മരിച്ചിട്ട് നിന്നെ നിന്റെ അമ്മയെ ഞാൻ തറവാട്ടിലേക്ക് തിരിച്ചു കൂട്ടിക്കൊണ്ടു പോരുമ്പോ
അരയിലൊരു ജപിച്ചു കെട്ടിയ കറുത്ത ചരടാ നിന്റെ വേഷം. അന്നു മുതൽ ഇന്നോളം നിന്റെ വളർച്ച 2 കണ്ണും നിറഞ്ഞ് കണ്ടവനാ ഞാൻ. എനിക്കറിയാം, അഹിംസാവാദിയായിരുന്ന അച്ഛന്റെ പ്രകൃതമല്ല, പകയും പ്രതികാരവും എതിരാളിയെ കൊന്നൊടുക്കാതെ ഉറക്കം വരാത്ത വാശിയുള്ള എന്റെ ചോരയാ നിനക്ക്. അതുകൊണ്ടാ എനിക്ക് ഭയം. കുഞ്ഞേ, എന്തിനാ നിന്റെ ഈ പുറപ്പാട്? അനന്തരാവകാശികൾക്ക് വേണ്ടി 500 കോടിയുടെ സാമ്രാജ്യം ഉണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ട് ഒടുവിൽ ആയുധം വെച്ച് കീഴടങ്ങി നാണം കെട്ടി ഇറങ്ങിപ്പോരേണ്ടി വന്നില്ലേ? അതിന് പ്രതികാരം ചോദിക്കാൻ. എനിക്കങ്ങനെ ഒരു പ്രതികാരം വേണ്ടാന്ന് വന്നാലോ? ആയുസ് അടുക്കുന്നതിന്റെ നിസ്സംഗത, അല്ലെങ്കിൽ സെനായിൽ ഡെലിൻക്വൻസി. 21-ാം വയസ്സിൽ പ്രഫുറാം എസ്റ്റേറ്റ് കൊലക്കേസിൽ 1-ാം പ്രതിയായി ജയിലിൽ പോയ ചങ്കൂറ്റത്തിന് ജരാനരകൾ ബാധിച്ചു. ഞാനങ്ങ് സമാധാനിക്കും. പക്ഷെ ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു, ചതിച്ച താഴെ ഇറക്കിയവരിൽ നിന്ന് എന്തെങ്കിലും ഞാൻ ഈ നാടിന്റെ ഭരണം തിരിച്ചു പിടിക്കും. എനിക്കത് വേണ്ടെങ്കിലോ? അയ്യോ, അമ്മാവന് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി. ടു ബിൽഡ് മൈ ഓൺ എംപയർ. തനിക്കെന്ത് പ്രാന്താണോ? അല്പം മുമ്പ് പറഞ്ഞില്ലേ, ചോരയുടെ നിറം, ചോരയുടെ വീര്യം. സഹനത്തിന്റെയും അഹിംസയുടെയും പാതയിൽ ഒരു പുരുഷായി സപ്പാടെ ജയിലിലും സമരങ്ങളിലും ഹോമിച്ച് കളഞ്ഞിട്ട് ഒടുവിൽ സ്വതന്ത്ര സുന്ദര ഭാരതത്തിൽ കൊക്കി കുരച്ച് കുടലുപരുത്ത് മരിച്ച കുഞ്ഞികൃഷ്ണ വാര്യരുടെ ഗാന്ധിയൻ രക്തമല്ല, പകരം ആ മനുഷ്യന്റെ മെല്ലിച്ച കൈകൾ എടുത്തു പിടിപ്പിച്ച കൊടിയും കൊണ്ട് അങ്ങ് ആകാശം മുട്ട വളർന്നു കയറിയ എന്റെ അമ്മാവന്റെ രക്തം. അത് തന്നെ എന്റെ സിരകളിൽ ഒഴുകുന്നത്. എനിക്ക് പ്രതികാരം ചെയ്തേ പറ്റൂ. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. പാവം, ജീവിതത്തിൽ ആദ്യമായിട്ടാ ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി ആരെങ്കിലും ഇത്രയൊക്കെ വിളിച്ചു പറയുന്നത്. നിനക്കറിയാവോടാ, എന്റെ മുമ്പിൽ ഗോവിന്ദമേനോൻ നിന്ന് ചുരുങ്ങുന്നത് കണ്ടപ്പോ ഒറ്റത്തുള്ളി മദ്യം കഴിക്കാതെ ഒരു കുപ്പി അകത്തിയെടുത്തിയ ലഹരി തോന്നിയടാ എനിക്ക്. ഷ്രൂഡാണത്രേ, ഷ്രൂഡ്. കിങ് മേക്കറാണത്രേ. ഒരു പുല്ലുമല്ലടാ. ആയിരുന്നെങ്കിൽ അങ്ങ് ഡൽഹിയിലിരിക്കും വെറും ഒരു കൊടിച്ചിപ്പട്ടിയെ പോലെ ഇയാളെ ഇങ്ങനെ ചവിട്ടി പുറത്താക്കില്ലായിരുന്നു. കെട്ടിച്ചമച്ച ഇന്റലിജൻസ് ക്രാപ്പ്. അനന്ത, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു തീപ്പൊരി, ഒരു സ്ഫോടനം, ലഹള, വെടിവയ്പ്, 12 മനുഷ്യജീവൻ മതിയടോ. സംസ്ഥാനത്തെ ക്രമസമാധാന നില തകരുന്നു എന്ന് ചോദ്യചിഹ്ന സഹിതം മുഖപ്രസംഗം എഴുതാൻ ഇവിടുത്തെ പത്രങ്ങൾക്ക് നമ്മളൊരു അവസരം ഉണ്ടാക്കി കൊടുത്തില്ലേ? അതൊരു ചെറിയ കാര്യമല്ല. ആണോടാ? അല്ല. ചിരിക്കുന്നോടാ കള്ളത്താ. അനന്തൻ, എനി മെസ്സേജ് ഫ്രം യുവർ ബോംബെ ബോസ് വിക്രം ഖോർപ്പടെ? വിക്രംജി നേപ്പാളിലാണ് സാർ. ഒരു വെക്കേഷൻ. ഹി ഈസ് ഓൺ എ ഗാംബ്ലിംഗ് സ്പ്രീ. വിളിക്കുമ്പോ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞേക്കണം, നിന്നെ എനിക്ക് വിട്ടു തന്നതിന്. ജലാൽ, ഗെറ്റ് ഹിം എ ഡ്രിങ്ക്. യെസ്. ലഹളയിൽ കൊല്ലപ്പെട്ട നിന്റെ 2 ആൾക്കാരെയും പോലീസ് ഒരു കാലത്തും തിരിച്ചറിയില്ല. കമ്മീഷണർ ശങ്കർ അത് ഉറപ്പാക്കി. താങ്ക് യു. വെൽക്കം. പിന്നെ ഒരുത്തിനെ നമ്മൾ നേരത്തെ തട്ടിയില്ലേ? വാട്ട് ഡിഡ് യു ഡു വിത്ത് ദ ബോഡി? എവിടെ കൊണ്ടുവന്ന് ഒതുക്കി? ഇറ്റ്സ് ടേക്കൻ കെയർ ഓഫ് സർ. ഭദ്രം. പാവം. ഇൻവെസ്റ്റിഗേറ്റീവ് ഫോട്ടോ ജേർണലിസത്തിന്റെ ഒരു അകാല ചരമം. എന്താ കമ്മീഷണറുടെ പേര് പറഞ്ഞിരുന്നല്ലോ? വാട്ട് വാസ് ദാറ്റ്? മധുകുമാർ, ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ. ഇയാളെ കാണാതായിട്ടിപ്പോ ഇന്നേക്ക് 4 ദിവസമായി സാർ. ടൗണിലെ ലഹളയും കുറ്റമൊക്കെ ഉണ്ടായ അന്ന് രാത്രിയില്ല. എന്താ ലഹളക്കാരുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നോ മകന്? അയ്യോ, അങ്ങനെയൊന്നും. അന്ന് രാത്രി ഫോൺ ചെയ്തിരുന്നു, പിന്നെ ഇതുവരെ യാതൊരു വിവരവുമില്ല. അതെ റിട്ടയർഡ് സ്കൂൾ മാഷാണല്ലേ സാർ. അപ്പൊ കാര്യഗൗരവമില്ലാഞ്ഞിട്ടല്ല. അയ്യോ സാർ. എന്നിട്ടും സ്വന്തം മകനെ കാണാതായി 4 ദിവസം തികയുമ്പോഴാണ് വിവരം പോലീസിലൊന്ന് ധരിപ്പിച്ചു കളയാമെന്ന് മാഷക്ക് തോന്നുന്നത്. വൈ? സത്യം പറയാമല്ലോ സാർ, 2 കുട്ടികളായിരിക്കും, ഒരു മകനും മകളും. അമ്മയില്ലാതെ വളർന്നവരായതുകൊണ്ട് ശാസിച്ചിട്ടില്ല, ഒന്നും തടഞ്ഞിട്ടുമില്ല. ഈ ഫോട്ടോഗ്രാഫിയിൽ കമ്പം കയറിയ നാൾ മുതൽ മകൻ ഇങ്ങനെയാണ്. ഇടയ്ക്ക് ആരെങ്കിലും പത്രക്കാരോട് കമ്പനി കൂടി കാട്ടിലും മലയിലുമൊക്കെ ആരോടും പറയാതെ ഒരു യാത്രയാ. പിന്നെ എവിടെയെങ്കിലും ചെന്നിട്ടാവും വിളി. അതുകൊണ്ട് 1 or 2 ദിവസം വീട്ടിൽ വന്നില്ലെങ്കിലും മനപ്രയാസം ഉണ്ടാവുമെന്നല്ലാതെ ഇങ്ങനെ. മുമ്പ് 1-2 തവണ കാണാണ്ടായപ്പോ ഞാൻ ലോക്കൽ സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു. പിന്നെ പോലീസുകാർക്ക് തന്നെ അതൊരു തമാശ ആയോ എന്നൊരു സംശയം. തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ചിലപ്പോ വാതുക്കൾ എന്നെ പ്രതീക്ഷിച്ച മകൻ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ശരി മാഷെ, ഞാൻ അന്വേഷിപ്പിക്കാം, വിഷമിക്കണ്ട. ഒരുപക്ഷെ ഇതും മകന്റെ ഒരു പതിവ് തമാശയാണെങ്കിലോ? തിരിച്ചു ചെല്ലുമ്പോ ആള് വീട്ടിലുണ്ടാവുമെങ്കിലോ?
എന്താണെന്ന് എനിക്കറിയില്ല കുട്ടി. ഇക്കുറി അവനെ കാണാണ്ടായപ്പോ പോലെ എന്തോ ഒരു ആപൽഭീതി പോലെ, മുമ്പെങ്ങും തോന്നിയിട്ടില്ലാത്ത ഒരു ഭയം. ഒരുപക്ഷെ കൂടുതൽ വയസ്സാവണേന്റെ ആവാം. മനസ്സിലൊരു പേടി തോന്നി തുടങ്ങിയിട്ട് അങ്ങോട്ട് നിയന്ത്രിക്കാൻ പറ്റണില്ല, സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. അയ്യേ സാരമില്ല, ദാ ഇപ്പൊ തന്നെ ഞാൻ വിളിച്ചു പറയാം. ഹലോ കസബ, ACP പ്രസാദ്, നോട്ട് ചെയ്തോളൂ. ഒരു മാൻ മിസ്സിംഗ് പെറ്റീഷൻ. ഞാൻ ഫോട്ടോയും ഡീറ്റെയിൽസും അങ്ങോട്ട് കൊടുത്തു വിടുന്നു. ആ പിന്നെ കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ ഇവിടെയോ റൂറലോ എവിടെങ്കിലും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഏതെങ്കിലും ബോഡി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഐ വിൽ കോൾ ലേറ്റർ. സോറി സർ. മകൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമെന്നതിന് അർത്ഥമില്ല. ഞാൻ അതിന്റെ ഒരു യൂഷ്വൽ പ്രൊസീജിയർ ഇനിഷ്യേറ്റ് ചെയ്തേ ഉള്ളൂ. സാർ ധൈര്യമായിട്ട് വയ്ക്കുള്ളൂ. ഒരു കുഴപ്പമില്ല മാഷേ. തിരിച്ചെത്തുമ്പോ വാതുക്ക തന്നെ അച്ഛനെ കാത്ത് മകൻ നിൽപ്പുണ്ടാവും. അപ്പൊ ശരി മാഷേ. യെസ്, ഗുഡ് മോർണിംഗ് സർ. സർ, ഐ വിൽ മേക്ക് ഇറ്റ് ഷാർപ്പ് 6:30. സർ. A sharp deviation from the truth. ഇവിടെ നടന്ന ലഹളകളെ കുറിച്ച് കമ്മീഷണർ ശങ്കർ മേലാവിലേക്ക് അയച്ച റിപ്പോർട്ട് വായിച്ചാൽ അങ്ങനെ തോന്നൂ. ആൻഡ് ഇറ്റ്സ് എ ഷെയിം ഓൺ ദ പോലീസ്. Hey, don't get snapped. പ്രസാദ്, ഈ IAS-ഉം IPS-ഉം തമ്മിലുള്ള ബന്ധത്തിന് ഒറ്റ ഫ്രൈസിൽ ഒരു വിശേഷണമാവാം. ഓൾവേസ് ഇറ്റ് ലോഗർ ഹെഡ്സ്. കണ്ടാൽ പരസ്പരം കടിച്ചു കയറുന്ന സ്നേഹം, തീർത്താൽ തീരാത്ത ഈഗോ ക്ലാഷ്. പക്ഷേ ഇൻ ദിസ് കേസ് അതല്ല പ്രശ്നം. പോലീസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെടാനുള്ള കളക്ടറുടെ അത്യുത്സാഹവുമല്ല. തനിക്ക് മനസ്സിലാവുന്നില്ലേ? തെളിച്ചു പറഞ്ഞാൽ ഒരുപക്ഷേ വാട്ട്സ് ബ്രൂഡിംഗ് യു എന്ന് സ്വയം ചോദിച്ചാൽ എനിക്ക് കൃത്യമായ ഒരു ഉത്തരം ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഒന്നുറപ്പാണ്, the riot was pre-planned. സർ, ലഹളയ്ക്ക് ഉപയോഗിച്ച സ്ഫോടക വസ്തുക്കളുടെ സോഴ്സ്, കൊല്ലപ്പെട്ടവരിൽ ഇനിയും തിരിച്ചറിയപ്പെട്ടില്ലാത്തവരെ ചുറ്റിപ്പറ്റിയുള്ള മിസ്റ്ററീസ്, ആൻഡ് എബവ് ഓൾ തന്റെ ബോസിന്റെ റിപ്പോർട്ട്. ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളൊന്നും ഇതിലില്ല. സൂചനകളും സംശയങ്ങളുമില്ല. എല്ലാം തികച്ചും യാദൃച്ഛികമെന്ന് കൈ കഴുകുന്ന cooked up fabricated trash. സത്യങ്ങൾ കുഴിച്ചുമൂടാൻ മനഃപൂർവ്വമായ ഒരു ശ്രമം. But what the damn for? എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? ആരെ രക്ഷപ്പെടുത്താൻ വേണ്ടി? Don't you smell a rat somewhere? സർ. Good. കാക്കി വേണോ കളക്ടർ ആവണോ എന്ന് മുൻപെങ്ങോ ഒരു നിമിഷം സംശയിച്ചു പോയതിന്റെ ഹാങ് ഓവർ ആവാം. അല്ലെങ്കിൽ വെടിയേറ്റ് പിടഞ്ഞ 12 മനുഷ്യാത്മാക്കൾ ഇപ്പോഴും എന്റെ ഉറക്കം കിടത്തുന്നുകൊണ്ടാവാം. കലക്ടർ പരിധികൾ ലംഘിക്കുന്നു എന്ന് തോന്നരുത് പ്ലീസ്. ഈ ലഹളയ്ക്ക് പിന്നിലെ യഥാർത്ഥ കൾപ്രിറ്റ്സിനെ നമ്മൾ കണ്ടെത്തിയേ തീരൂ. ഐ വാണ്ട് എ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ. അതിന് താൻ എന്നെ സഹായിക്കണം. വെരി മച്ച് സർ. കീപ് യുവർ ഐസ് ഓപ്പൺ. അസ്വാഭാവികമായതെന്തും ആരെക്കുറിച്ചായാലും റിപ്പോർട്ട് മീ. തനിക്ക് എന്നെ വിശ്വസിക്കാം. സർ. എക്സ്ക്യൂസ് മീ സർ. ആ ബാലൻ സർ, പുതിയ അസിസ്റ്റന്റ് കളക്ടറിന്റെ ട്രെയിനിങ് റിപ്പോർട്ടിംഗ് ടൈം കഴിഞ്ഞല്ലോ. നീ എപ്പോഴാണോ കിട്ടിയെടുക്കുക? എനി ന്യൂസ്?